നിങ്ങൾക്കൊരു പക്ഷേ ഈ വിഷയം നേരിട്ട് അറിയാവുന്ന കൂടിയാവുമല്ലോ. അതായത് മലയാളികളെ അപേക്ഷിച്ച് അയ്യപ്പൻ വികാരമായി കാണുന്ന ഒരു വലിയ അളവ് ഭക്തർ തമിഴ്നാട്ടിലും കർണാടകയിലും ആന്ധ്രയിലും ഒക്കെ ആയിട്ടുണ്ട്. ഇവരിൽ പലരും വലിയ സമ്പന്നരുമാവാം. അവരുടെ സമ്പത്തിൻ്റെ ഒരു വിഭാഗം അയ്യപ്പത്തിനുള്ളതാണ് എന്ന് കരുതി ജീവിക്കുന്നവരാണ് ഇവരൊക്കെ എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയാണ്. അപ്പം ഇത്തരം ആളുകളെ കബളിപ്പിക്കാനുള്ള ഒരു വലിയ ലോബി അവിടെ പ്രവർത്തിക്കുന്നു. അവർ ഒരു പക്ഷേ ആ രാഷ്ട്രീയ നേതൃത്വത്തെ സ്വാധീനിച്ചോ ഇല്ലയോ അത് അവിടെ നിൽക്കട്ടെ, തെളിയട്ടെ ആ വിഷയം. പക്ഷേ ഇങ്ങനെ ഒരു ലോബി കാലങ്ങളായി അവിടെ പ്രവർത്തിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതായത് ശബരിമലയിൽ ഉപയോഗിക്കപ്പെട്ട ഒരു വസ്തു, അത് ഇരുമ്പാവട്ടെ ചെമ്പാവട്ടെ, അത് കിട്ടിയാൽ പകരം അതിൻ്റെ എത്രയോ ഇരട്ടി സ്വർണം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ് എന്ന നിലപാടെടുക്കുന്ന ഒരു വലിയ ആളുകളുണ്ട്. അവരെ ഈ വിശ്വാസ തട്ടിപ്പിൽ വീഴിക്കുന്നു എന്ന് വേണോ കരുതാൻ? അല്ല, എനിക്ക് ആ വാക്കുകൾ, പ്രത്യേകിച്ച് വിശ്വാസത്തട്ടി പോലത്തുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ വേദനയും വിഷമവുമാണ്. കാര്യം അത് കേൾക്കുമ്പോൾ മനസ്സിലൊരു നീറ്റലാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഓരോ മലയാളികളും ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാരും ഇത് തമിഴന്മാരും തെലുങ്കന്മാരും കന്നഡക്കാരും ഒക്കെ അറിഞ്ഞാലേ എന്തൊരു വേദനയാണ് അവർക്ക് ഉണ്ടാകുക. കാര്യം അവർ അത്ര പവിത്രമായി ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കിട്ടുന്നു എന്ന് വിശ്വസിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്ത കാര്യങ്ങളെ നമ്മൾ അടിച്ചു മാറ്റാനുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. നമ്മൾ മുതലാക്കാനും ഉപയോഗിക്കാനും കളവ് ചേർക്കാനും ഒക്കെയാണ് ചെയ്യുന്നെങ്കിൽ എന്തൊരു ക്രൂരതയാണ്. ഞാൻ പെട്ടെന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഒരുപക്ഷെ സംഭവിച്ചിരിക്കാൻ സാധ്യതയുള്ളത് ഇതാണ്. രണ്ടിനും കൂടെ 42.8 കിലോഗ്രാമാണ് ഭാരം ഈ ദ്വാരപാലക ശില്പങ്ങളുടെ. ഇത് ഫുള്ള് അജയ് തറയിൽ സാറ് പറഞ്ഞതുപോലെ ഫുള്ള് ഗോൾഡ് ആണോ എന്നില്ല. അതായത് കോപ്പർ ഉണ്ട്, അല്ലെങ്കിൽ ചെമ്പുണ്ട്, ചെമ്പിന്റെ മേളിലൊരു ഗോൾഡ് പൊതിഞ്ഞതാണ്. യഥാർത്ഥത്തിൽ ഈ ഗോൾഡ് പൊതിഞ്ഞതാകണം 4.8 കിലോഗ്രാംസ്. ഈ ഗോൾഡ് പൊതിഞ്ഞ 4.8 കിലോഗ്രാം യഥാർത്ഥത്തിൽ മാറ്റുകയും എന്നിട്ട് വളരെ കനം കുറഞ്ഞ മറ്റും ഗോൾഡ് വല്ലതും ഇതിൽ പ്ലേറ്റ് ചെയ്തതാണോ എന്ന് സംശയിക്കാതിരിക്കുന്നു. കാര്യം വേറൊന്നും കൊണ്ടുമല്ല, ആദ്യം 4.8 കിലോഗ്രാം കുറഞ്ഞു, പിന്നീട് ഏകദേശം 500 ഗ്രാമോളം 400 സംതിങ് ഗ്രാം കൂടിയിട്ടുണ്ട്, കുറച്ചതിൽ നിന്ന് കൂടിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇത് ഒരുപാട് പേരുടെ നിന്ന് മേടിക്കുന്ന ഒരു ശീലമുണ്ട്. അത് പലപ്പോഴും എന്താ പറയുക, ഒരുപാട് അവിടെ നിന്ന് കണ്ടൊരു മഹേശ്വർ അടക്കമുള്ള ഒരുപാട് പേര് നിരുത്സാഹപ്പെടുത്തിയ അതിശക്തമായ ആക്ഷൻ എടുക്കുമെന്നൊക്കെ പറഞ്ഞ കാര്യമാണ്. വെളിയിൽ നിന്ന് വരുന്നവർക്ക് അറിയാത്ത തമിഴന്മാരെ ആന്ധ്രക്കാരെയും ഒക്കെ പറ്റിക്കാൻ പലപ്പോഴും ഇവിടെ നിൽക്കുന്ന പല ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ശബരിമലയിലെ ദേവപ്രശ്നം. അതും ഒരു ഉണ്ണികൃഷ്ണ പണിക്കരായിരുന്നു. ആ ഉണ്ണികൃഷ്ണ പണിക്കർ നടത്തിയ ദേവപ്രശ്നം ഏകദേശം 90 കോടി 100 കോടിയുടെ ഒരു അഴിമതിയായിരുന്നു. ഞാൻ അടക്കമുള്ളവർ ഈ ദേവസ്വ പ്രശ്നം, അന്നും ഒരു ദേവസ്വ പ്രശ്നമായിരുന്നു. അതായത് ദേവസ്വത്തിന് വേണ്ടി നടത്തിയ പ്രശ്നത്തെ പൊളിക്കാനായിട്ട് അന്നത്തെ മാധ്യമങ്ങളെ കോൺടാക്ട് ചെയ്യുകയും എന്റെയൊക്കെ സഹോദരി മരിച്ച വിഷയം പോലും അതിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം അയാൾ ദൈവത്തിന്റെ കണ്ണിലൂടെ കണ്ടതാണെന്ന് പറഞ്ഞ് ആ കള്ളനായ പ്രശ്നക്കാരൻ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസിട്ടു, ക്രൈംബ്രാഞ്ച് അന്വേഷണം ഉണ്ടായി. ജയമാലയുടെ വിഷയമൊക്കെ ഒരുപക്ഷെ അങ്ങേക്ക് ഓർമ്മ കാണും. അപ്പോ ചില ആൾക്കാരെങ്ങനെ മുതലാക്കാൻ നിൽക്കുന്നുണ്ട് എന്നുള്ളതൊരു വേദനാജനകരമായ സത്യമാണ്. നമ്മൾ ഹിന്ദുക്കൾ, വിശേഷ്യ മലയാളികൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. അമ്പലം വിഴുങ്ങികളുമൊക്കെ വിളിക്കുന്ന, അല്ലെങ്കിൽ അമ്പലത്തിൽ കൊള്ള നടത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നിപ്പുണ്ട്. പക്ഷേ വളരെ സൂക്ഷിച്ചേ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കാവൂ. സെന്റിമെന്റ്സ് ആണ്, വിശ്വാസമാണ്. കൂടുതൽ തെളിവ് വരണം. ഇതിൽ ഏറ്റവും അഭിനന്ദിക്കേണ്ടത് കോടതിയെയും അതിനുശേഷം മാധ്യമങ്ങളെയാണ്. കാര്യം മാധ്യമങ്ങൾ വളരെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തതിന്റെ ഓരോ ഡീറ്റെയിലും കൊണ്ടുവരുന്നുണ്ട്. സ്വർണം ചെമ്പാക്കി മാറ്റുന്ന ആ മന്ത്രവിദ്യ എന്താണെന്ന് നമുക്ക് എന്തായാലും ഒന്നറിയണം. കാര്യം എന്തായാലും അതിന്റെ പുറത്ത് സ്വർണ്ണ കോട്ടിംഗ് ഉണ്ടെന്ന കാര്യത്തിൽ ഇപ്പൊ ആർക്കും തർക്കമില്ലല്ലോ. കാര്യം അന്നത്തെ മാധ്യമ റിപ്പോർട്ടുകളുണ്ട്, മുമ്പത്തെ വിഷ്വൽസ് ഉണ്ട്. അപ്പം 2019 എങ്ങനെ മിറാക്കുലസ്ലി അത്ഭുതകരമായി ഇത് ചെമ്പായി? അതിന്റെ അജയ് തറയിൽ സാറ് പറഞ്ഞ പോലെ അതിന്റെ പുറത്തുള്ള സ്വർണ്ണ കോട്ടിംഗ് എവിടെ? ആരുടെയെന്ന് ഇത് മേടിച്ചു? ഈ സ്വർണം കോട്ട് ചെയ്യാൻ ആരുടെയെന്ന് മേടിച്ചു? എത്ര പേരുടെയെന്ന് മേടിച്ചു? ഇതെന്താ അറിയാനോ, ഈ 10 പേരോടും, മേടിച്ച 10 പേരുണ്ടെന്നിരിക്കട്ടെ, 10 പേരോടും പറയാം നിങ്ങളുടെ സ്വർണ്ണമാണ് വെച്ചിരിക്കുന്നത്, നിങ്ങൾ അയ്യപ്പന് സമർപ്പിച്ചതാണ്. ഈ 10 പേർക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ ദർശനം അറേഞ്ച് ചെയ്തും കൊടുക്കും. എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ്. അപ്പം ഇതില് ഒരു ക്രൈം ഇതുവരെ പിഴവാണെന്നുള്ളതാണ്. പിഴവെന്ന് പറഞ്ഞാൽ പോലും വേദനാജനകമാണ്. പക്ഷെ പിഴവെന്ന് പറഞ്ഞ് ആശ്വസിച്ചിരുന്ന എന്നെ പോലുള്ളവർ ഇത് ക്രൈം ആക്ടിവിറ്റി നടന്നതാണോ എന്ന രീതിയിലേക്ക് കൂടെ പോയിരിക്കുന്നു. ആ ക്രൈം ഒരു അമ്പലവും പള്ളിയുമായിട്ട് അല്ലെങ്കിൽ ആരാധനാലയവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി വളരെയധികം കൂടുന്നു. ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് മുമ്പോട്ട് പോകുന്നൊരു കാര്യമാണ്. ഹൈക്കോടതി വളരെ റെയറായിട്ട് എങ്ങനെ ചെയ്യുന്നുള്ളൂ. കാര്യം പരാതിക്കാരില്ല, ഹൈക്കോടതി സ്വയം എന്തൊക്കെയോ അനോമലി കണ്ടെത്തി പ്രശ്നങ്ങൾ കണ്ടെത്തി പോവാണ്. ഇതൊരു ക്ലീനപ്പിനുള്ള തുടക്കമാവട്ടെ എന്നുള്ളതാണ് എന്റെ പ്രാർത്ഥന. ശരി രാഹുൽ ഈശ്വർ, ഒരു കാര്യം കൂടി നമുക്കറിയാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള ആളുകൾ, അവരെ അവതാരങ്ങളിൽ നിന്നാണ് അവർക്കെതിരെ ഒരു ആക്ഷേപം, അതെന്തോ ആയിക്കോട്ടെ, ആ പ്രയോഗം എന്തോ ആയിക്കോട്ടെ, എന്തായാലും ഇത്തരം ആളുകൾ എങ്ങനെ ശബരിമലയിൽ ഇടപെടുന്നു എന്ന ചോദ്യമാണ്. ശബരിമലയിൽ കാലാകാലങ്ങളിൽ തന്ത്രി വിഭാഗം, അവർ മറ്റൊരു വിഭാഗം, അതവിടെ നിൽക്കട്ടെ, മേൽശാന്തി, 2 ക്ഷേത്രങ്ങളുടെയും മേൽശാന്തി, മാളികപ്പുറത്തിൻ്റെ ആയാലും അവിടെ ശബരിമലയിലെ മേൽശാന്തിമാരും കിരീശാന്തിമാരും ഇവർ നിയോഗിക്കപ്പെടുന്നത് വോട്ടെടുപ്പിലൂടെയാണ്. അതിന് കൃത്യമായ ചട്ടങ്ങളും കോടതി നിരീക്ഷണങ്ങളുമുണ്ട്. അപ്പോൾ കാലാകാലങ്ങളിൽ ഇവർ നിയോഗിക്കപ്പെടുന്നു. ഇവർ മാത്രമല്ലോ, ഇവർക്കൊപ്പം ഒരു വലിയ സംഘം കൂടിയാണ് ആ ഒരു കാലഘട്ടത്തിൽ, ആ വർഷം
അവിടെ ശബരിമലയുടെ പൂജാ കാര്യങ്ങളുടെ നിയന്ത്രണത്തിന് വേണ്ടി വരുന്നത്. എങ്ങനെയാണ് ഇത്തരം ആളുകൾക്കിടയിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോലെയുള്ളവർ കടന്നുകൂടുന്നത്? അതിനുവേണ്ടി മറ്റെന്തെങ്കിലും നീക്കങ്ങൾ അവിടെ നടക്കുന്നുണ്ടോ? അതിനെ അങ്ങനെ സൂക്ഷ്മമായി നമ്മൾ കാണേണ്ടതുണ്ട്. അത് അല്ല, സൂക്ഷ്മമായി അന്വേഷിക്കേണ്ട കാര്യമാണ്. യൂഷ്വലി സംഭവിക്കുന്ന കാര്യം പറയാം. തന്ത്രിയുടെ കൂടെ ഒരു 7-8 പേരും കാണും. ഈശാന്തിമാരെന്നോ പരികർമ്മിമാരെന്നോ ഒക്കെ പറയുന്ന തന്ത്രിയെ സഹായിക്കാൻ. മേശാന്തിയാണ് അവിടെ കൂടുതൽ ഫിസിക്കലി കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് മേശാന്തിയിലുള്ള 10 പേരോ 12 പേരോ കാണും. ഇങ്ങനെയാണ് ഒരു നമ്പർ, മേ ബി പ്ലസ് ഓർ മൈനസ് 2 or 3. ഇത് സംഭവിക്കുകയും മറ്റും ചെയ്യും. ഇത് യൂഷ്വലി ദേവസ്വം ബോർഡും ഇവരും അറിഞ്ഞുകൊണ്ട് ദേവസ്വം ബോർഡിനെ അറിയിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. തന്ത്രിക്കാണ് അവിടുത്തെ റിച്വലിസ്റ്റിക് പരമാധികാരം തുടങ്ങിയ കാര്യങ്ങളുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡിനെ അറിയിച്ചുകൊണ്ട് ഇന്ന ആൾക്കാരെയാണ് കൊണ്ടുവരുന്നത്. ഇവർക്ക് പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ചെക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാറില്ല. കാര്യം സാധു ബ്രാഹ്മണ വീട്ടിൽ നിന്ന് വരുന്നവരായിരിക്കും, നമ്പൂരിവരായിരിക്കും. അപ്പം ആർക്കും അങ്ങനെ സംശയമൊന്നും തോന്നാറില്ല. പക്ഷെ എല്ലാവരും നല്ലവരായിരിക്കണമെന്നില്ലല്ലോ. എല്ലാവരും നല്ല പശ്ചാത്തലത്തിൽ നിന്നോ അല്ലെങ്കിൽ നല്ല ഉദ്ദേശത്തോട് വരുന്നവരായിരിക്കണമെന്നില്ലല്ലോ. അപ്പോ ഇതിൽ ചില ആൾക്കാർക്കെങ്കിലും ധനസമ്പാദനം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉള്ളവരാണോ എന്ന് എനിക്കറിയില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് എന്തായാലും അന്വേഷണം നടന്നതിന് ശേഷം വ്യക്തിപരമായ അദ്ദേഹത്തെ കുറിച്ച് ഒരു വിലയിരുത്തൽ നമുക്കാകാം, കോടതിയുടെ പരിഗണനയിൽ ഉള്ളതുകൊണ്ട്. പക്ഷേ ഏതെങ്കിലും രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വേണം. ഇവർക്ക് എന്തെങ്കിലും പശ്ചാത്തലം ഉണ്ടോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. കുറച്ചുകൂടെ സിസ്റ്റം, ഒരു പ്രോസസ് ആൻഡ് പ്രൊസീജിയർ വേണം. അങ്ങനെ എപ്പോഴെങ്കിലും തിരുപ്പതി പോയിട്ടുണ്ടെങ്കിൽ അറിയാം, നമുക്ക് ശരിക്കും പോയ അസൂയ തോന്നും. ഒരുതരം കുശുമ്പ് അസൂയ നമുക്ക് തിരുപ്പതി ക്ഷേത്രത്തോട് തോന്നും. അവിടെ എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്, ഡോക്യുമെന്റ് ചെയ്യുന്നത്, പോകുന്ന ആൾക്കാർക്ക് പാല് കൊടുക്കും, ബ്രെഡ് കൊടുക്കും, വഴി മുഴുവൻ ടിവികളുണ്ട്. നമ്മുടെ ഒരു 500 കിലോമീറ്റർ അല്ലെങ്കിൽ 800 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു അമ്പലമല്ലേ, എത്ര നന്നായിട്ട് നടത്തുന്നുണ്ട്. ആ രീതിയിൽ നമുക്കിത് ഇവിടെ നടത്താൻ കഴിയുന്നില്ല. അതൊരു എ പാർട്ടിയോ ബി പാർട്ടിയോ സി പാർട്ടിയുടെ പ്രശ്നമല്ല. അവിടെയാണ് കുറെ കൂടെ വിശ്വാസ സൗഹൃദമാകണം. ദേവസ്വം ബോർഡുകൾ കുറെ കൂടെ എഫിഷ്യന്റ് ആയി പ്രവർത്തിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്റെ പെറ്റീഷനിലാണ് ശബരിമലയിൽ PIO, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വരുന്നത്. അന്ന് PRO ആയിരുന്ന മുരളി സാറിനെ PA ആക്കുകയാണ്. ഞാൻ എന്റെ ഡ്രൈവറുടെ പേര് പരാതി കൊടുത്തപ്പോൾ എന്നെ ദേവസ്വം ബോർഡിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്തത്. കാര്യം ദേവസ്വം ബോർഡിന്റെ ഉള്ളിലുണ്ടായിരുന്ന നല്ലവനായ ഒരു മെമ്പർ എന്നെ വിളിച്ചു പറഞ്ഞു, ഇവിടെ നടക്കുന്നത് കൊള്ളയാണ്, ഞങ്ങൾക്ക് ഡോക്യുമെന്റ് പോലും ചെയ്യാൻ കഴിയുന്നില്ല, പക്ഷെ എനിക്കിത് റേസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ റേസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേണമെന്ന് പറഞ്ഞെന്ന് ഇൻഫർമേഷൻ കമ്മീഷന് കൊടുത്തത്. ആദ്യം ദേവസ്വം ബോർഡ് നിഷേധിച്ചു. രണ്ടാമത് ദേവസ്വം ബോർഡിന് വർഷം തോറും 80 ലക്ഷം രൂപ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് എന്ന കണക്ക് ഇൻവോക്ക് ചെയ്തുകൊണ്ട് ഗവൺമെന്റിന്റെ ഫണ്ട് കിട്ടുന്നുണ്ട്, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ വേണമെന്ന് പറഞ്ഞു. CB മാത്യു സാർ ആയിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹം അടക്കം ആ അപ്പീൽ അനുവദിച്ചു, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറെ വെച്ചു. അപ്പൊ സുതാര്യത വേണം, കൃത്യത വേണം, അക്കൗണ്ടബിലിറ്റി വേണം. ഇപ്പം തന്നെ നോക്കിയാൽ 39 ദിവസം ഇയാളുടെ വീട്ടിലിരുന്നു, അല്ലെങ്കിൽ ഇയാൾ എന്ത് ചെയ്തു നമുക്കറിയില്ല. 39 ദിവസം എന്ത് ചെയ്യാനാണ് ഒരു മനുഷ്യൻ അവസാനം വെച്ച്? അപ്പൊ ആ സമയത്ത് എന്തെങ്കിലും തിരുമറി നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കാൻ. തിരുമറിയെന്ന് താങ്കൾ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ശബരിമലയിലെ തന്ത്രപ്രധാനമായ ഒരു വസ്തു എന്റെ വീട്ടിലുണ്ട്, അല്ലെ ഞാനുമായി ബന്ധപ്പെടുത്തുണ്ട്, അതൊരു പക്ഷേ വിശ്വാസ കച്ചവടത്തിന് ഉപയോഗിച്ചോ? അല്ലെങ്കിൽ അല്ലായിരിക്കാം. നമുക്ക് ഞാൻ എന്തുകൊണ്ടാണ് വളരെ ഇപ്പൊ നമ്മളെ രാഷ്ട്രീയക്കാരല്ലോ, സാധാരണ ഭക്തനാണ്. അപ്പൊ ഞാൻ ഇത്രയും മെഷർ ചെയ്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. ഈ 39 ദിവസം ചെയിൻ ഓഫ് കസ്റ്റഡിയിൽ പുള്ളി എന്ത് ചെയ്യുകയായിരുന്നു? സ്വാഭാവികമായ ചോദ്യമല്ലേ. 2, ദേവസ്വം ബോർഡിന്റെ ആരും അക്കമ്പനി ചെയ്തില്ല ചെന്നൈയിലോട്ട്. അതൊരു നോർമൽ പ്രോസസ്സും പ്രൊസീജിയറും അല്ലേ. ഈ ദേവസ്വം ബോർഡിന്റെ ആൾ എന്തുകൊണ്ട് യാത്ര ചെയ്തില്ല? 2019 ജൂലൈയിൽ എന്തുകൊണ്ടാണ് ആ യാത്ര സംഭവിക്കുക? ഇതൊക്കെ വളരെ പ്രസക്തമായ, നമുക്ക് വേദനിപ്പിക്കുന്ന ചോദ്യമല്ലേ. ഏറ്റവും